ഹായ് നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടുന്നാണ് അവസാനിപ്പിച്ചത് കേട്ടോ. അപ്പൊ ഇനിയിപ്പോ പറഞ്ഞൊരു 4 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ സുള്ളിലേക്കാണ് എത്തുക. അപ്പൊ ഇനിയിപ്പോ നമ്മള് യാത്ര ഇനി സുള്ളിലേക്ക് കൂടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഓരോ ഉള്ളേരിയ കൂടെ ഒക്കെ പോകണിഞ്ഞ് റബ്ബർ തരഞ്ഞിങ്ങനെ പോകാണിഞ്ഞ്. അപ്പൊ ഓരോ സ്ഥലത്തെയും കാഴ്ചകളൊക്കെ കണ്ട് റബ്ബറും കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ഇങ്ങനെ പോകാൻ നമുക്ക് ഇഞ്ഞ് കുറെ സഞ്ചരിക്കാണ്ട് കേട്ടോ. കുറെ ഗ്രാമങ്ങളിൽ കൂടി കുറെ കുന്നും മലയും കയറിയിട്ടും ഒക്കെ പോണം. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനിയിപ്പോ നിങ്ങൾ വീഡിയോ എല്ലാം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പേജൊക്കെ ഒന്ന് മറക്കാതെ ഫോളോ ചെയ്ത് വെക്കുക. അപ്പൊ എന്നാ പോരും നമുക്ക് പോവാ, സമയം കുറെ ആയി. പോയി നോക്കാം അല്ലെ? അപ്പൊ പോവാന്നാ അങ്ങനെ കാണിച്ചു കൊടുത്ത ബന്ദർക്കലോട്ട് പോണ റോഡ്. ഈ റോഡ് ഇങ്ങനെ പോണ ബന്ദർക്കലോട്ടാണ് കേട്ടോ. അപ്പൊ ആ റോഡിന് വന്നാലും ഈ റോഡിന് പോയാലൊക്കെ അങ്ങോട്ട് എത്തുക, സുള്ളിലേക്ക് എത്തും. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ. കർണാടക സ്റ്റേറ്റ് ബസ്സാണ് സുള്ളിന്ന് വരുന്നല്ലേ. അപ്പുറത്തിപ്പുറത്തൊക്കെ കർണാടക സ്റ്റേറ്റിന്റെ റബ്ബർ തോട്ടങ്ങളാട്ടോ. സുള്ളിയ റബ്ബർ പ്ലാന്റേഷൻ ആണ്. ഇത് ആ ഭാഗത്തും ഇവർക്ക് തന്നെ ഇതുണ്ട്, റബ്ബർ പാലെടുത്ത് ഇവരെന്നെ സെനക്സ് ആക്കുന്ന ഫാക്ടറി ഉണ്ട് ഇവിടെ സുള്ളിയില്. ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ പോകുന്നുണ്ടല്ലോ നമ്മളെ നാട്ടിൽ നിന്ന്. കാസർഗോഡ് കാഞ്ഞങ്ങാട് വണ്ടികളാണ് ഉണ്ടോ. റബ്ബർ തോട്ടങ്ങളുടെ ചാകരം ഇങ്ങനെ തുടങ്ങാണ് അങ്ങോട്ട്. നമ്മളൊരു ഒരു മൂലയിലോട്ട് എത്തിയിട്ടുള്ളൂ അതുവരെയായിട്ട്. മൂലല്ല, അങ്ങനെ ഒന്ന് തൊട്ട് നോക്കിയിട്ടുള്ളൂ. ഇനിയിപ്പോ ഇങ്ങനെ പോണ പോക്കില് ഏതെങ്കിലും ഒരു ഉള്ളേരിയയിലോട്ടുള്ള ഏതെങ്കിലും ഒരു കട്ടിങ് റോഡ് നമുക്ക് കയറണം. ഇവിടുന്ന് കയറിയിട്ട് കാര്യമില്ല, സുള്ളി കഴിഞ്ഞിട്ട്. ഇതൊക്കെ ഗവൺമെന്റിന്റെ സ്ഥലമാണ്. ഇതില് കുറെ പണിക്കാരൊക്കെ ഉണ്ട്. വേറെ ഗവൺമെന്റിന്റെ പണിക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ. അവരെന്നെ പാലെടുത്ത് അവരെന്നെ ഷീറ്റല്ല സെനക്സ് എന്താക്കുന്നു. പാലൊക്കെ ഒഴിക്കുന്നുണ്ടല്ലോ അവിടുന്ന്. പണ്ട് ലയത്തിലൊക്കെ എന്ന പോലെ പാല് വെട്ടി വെച്ച് കൊടുത്താൽ മതി. വെട്ടിയിട്ട് പാലെടുത്ത് അവിടെ തോട്ടത്തിൽ വെച്ചാൽ മതി. വണ്ടി വന്നിട്ട് പാലെടുത്ത് പോകും. കിടിലൻ തോട്ടങ്ങളല്ലേ. കേരളത്തിലിരുന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോ പറയും കർണാടകയിൽ തന്നെ ഉൾഗ്രാമമാണ്, അവിടെ ആൾക്കാരെന്നാ കന്നഡയല്ലേ പറയുന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല അടിപൊളി ആൾക്കാരും. ഇവിടുത്തെ കന്നഡക്കാരെല്ലാം ഏകദേശം എല്ലാവർക്കും മലയാളം അറിയാം. കുറെ ആൾക്കാർക്ക് ഇതൊക്കെ ഇനി ഇലയൊക്കെ വന്ന് അടുത്ത മാസമൊക്കെ ആകുമ്പോഴത്തേന് നല്ല ഇലയൊക്കെ വന്ന് തളർത്ത് നല്ല സൂപ്പർ ആയിട്ടിരിക്കും അല്ലെ. സുള്ളിയിലോട്ട് ഇനി 4 കിലോമീറ്റർ കൂടി പോയാൽ സുള്ളിയിലെത്തും. സുള്ളിയെ കഴിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഉള്ളിൽ ഇത് കാഞ്ഞങ്ങാട് വണ്ടിന്ന്. അതോ കേരള റോഡ്. ആ ഫുഡ് കഴിക്കണം നമുക്ക് ഇവിടുന്ന്. ഫുഡ് കഴിക്കാം. ഇവിടെ നിർത്തായിരുന്നു. ചെലപ്പോ അങ്ങോട്ട് എത്തുമ്പോ ചെലപ്പോ അവിടെ സൈഡ് കിട്ടിക്കൊള്ളണമെന്നില്ല വണ്ടി നിർത്താനേ. അത് അങ്ങോട്ട് നിർത്തണം. അതാണ് ഇപ്പത്തോട്ട് കിച്ചുന്തി ഇവിടുത്തെ ആൾക്കാരെല്ലാം പാക്കും. ഇതിലാണ് പോയി നോക്കിയാൽ നമുക്ക് പോയോക്കെന്നാ. ഏതായാലും ഇങ്ങോട്ട് കയറി എന്നാ പിന്നെ ആരോട് പോയോക്കെ. എന്നിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് തിരിച്ചു നിർത്താം. ഇതാണ് ഗൈസ് ഞങ്ങളെ യാത്ര. ഇങ്ങനെയൊക്കെ പോയിങ്ങാണ്ടാണ് കേട്ടോ ഓരോ തോട്ടം കണ്ടുപിടിക്കണേ. തോട്ടൊന്നും ഉണ്ടാവില്ല, അത് ഗവൺമെന്റിന്റെ. ഇത് മിക്കവാറും ബൽ തന്നെ ഏക്കർ കണക്കിന് ഇങ്ങനെ കിടക്കുന്നതായിരിക്കും. ഇതില് പോകാൻ പറ്റുമെന്നുള്ള ഒരു സംശയമാണ്. പാടില്ലേ? അങ്ങോട്ടൊക്കെ വേറെ രസം തന്നെയാണല്ലേ ഇങ്ങനെ റബ്ബർ തോട്ടത്തിൽ കൂടെ ഉള്ള ഈ പോക്ക്. ഇങ്ങനെ നിരന്ന സ്ഥലവും ഒറ്റൊന്നിന് ഏലല്ല. രാവിലെ നേരത്തെ ഇറങ്ങി വെട്ടാട്ടോ. ഇതൊന്നും വെട്ടുന്നില്ല. ചോദിച്ചോക്കണം ഞാനോട്. ഇതേ കാടൊന്നും ഇല്ലാതെ ഇങ്ങനെ നല്ല തോട്ടം കിട്ടുമ്പോ രാവിലെ വെളുപ്പിന് നേരത്തെ ഇറങ്ങി വെട്ടി പണിയെല്ലാം തീർക്കാം. ആൾക്കാരെന്തിനാണ് കർണാടകയ്ക്ക് പോരുന്നത്? എന്തിനാണ് ഇതേപോലെ തന്നെ നിരന്ന തോട്ടായിരിക്കും. നിരന്ന തോട്ടം നമുക്ക് പാലെടുക്കാനും ഷീറ്റടിക്കാനും വെട്ടാനും ഇതിനൊക്കെ സുഖമാണ്. അപ്പൊ ഞങ്ങള് തിരിച്ചു പോകുന്നുട്ടോ. കൊറേ അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഇന്നൊന്നും പോയി തീരലുണ്ടല്ലോ. ഇത് ഇങ്ങനെ ഏക്കർ കിടക്കല്ലേ, കൊറേ ദൂരം കിടക്കല്ലേ. ചെലപ്പോ വീട് കൊറേ അപ്പുറത്തേക്ക് ഒക്കെ ഉണ്ടാവുമായിരിക്കും. വീടുണ്ട്, റോഡ് പോകുന്നുണ്ട്. റോഡുണ്ടല്ലോ അങ്ങോട്ട്. 2 ഭാഗത്തേക്കായിട്ട് തിരിയുണ്ട് റോഡ്. അവിടുന്ന് വീടുകളൊക്കെ ഉണ്ടോ? അതിലൊക്കെ ആൾക്കാർ നടത്തുന്നുണ്ടല്ലോ. സുള്ളിയിലേക്ക് എൻട്രി ചെയ്തുകൊണ്ടിരിക്കും നമ്മള്.
അതെന്താ വായിക്കുക? സമൃദ്ധി. ഇവിടെ നിർത്തിയിട്ട് ചോറിന്റെ ഉണ്ടല്ലോ നമുക്ക്. ഇവിടെ അത് ഒട്ടുപാലും മണക്കോ? ഏയ് അമോണിയന്റെ മണോ അങ്ങനെ. അപ്പൊ ഞങ്ങള് ചോറിനാൻ വേണ്ടി വണ്ടി നിർത്തിയാണ് കേട്ടോ. എല്ലാവർക്കും ചോറ് എടുത്തിട്ടുണ്ട്. ഞാൻ പൊതിഞ്ഞെടുത്തു വീട്ടിൽ നിന്ന് പോന്നപ്പോ. കടയിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലോ. നമ്മള് വിചാരിച്ച പോലത്തെ കറിയൊന്നും ആയിക്കൊള്ളുന്നില്ല. കറിയൊക്കെ ചെറിയ രീതിയിലുള്ള കറികളൊക്കെ ഉള്ളൂ. അപ്പൊ നല്ല വാഴയിലൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. മറ്റേ വെള്ളരിക്കയും വൻപയറും കൂടെ ഓലം വെച്ചു, മത്തിയും പൊരിച്ചു, നല്ല മാങ്ങ അച്ചാറും, വിശേഷമായ നല്ല നാടൻ ഭക്ഷണം ഉണ്ടല്ലേ. മത്തി പൊരിച്ചുണ്ട്, വൻപയറും വെള്ളരിക്കയും കൂടെ ഓലം വെച്ചു. അപ്പൊ ഇന്നത്തെ ഉച്ചയൂണിന്റെ വിഭവങ്ങൾ ഇതൊക്കെയാണ്. സമയം 1:50 2 മണിയായില്ലേ? 60 കിലോമീറ്റർ ആയി. അത്ര ഓടില്ലേ? ലച്ചോ എന്നാ ഉണ്ട്? കിച്ചുവിന് പിന്നെ കറികളൊന്നും ഇഷ്ടമില്ല. അപ്പൊ പിന്നെ അവന് മീൻ മാത്രമേ വെച്ചുള്ളൂ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സൂപ്പറാ ലച്ചോ, സൂപ്പർ. അപ്പൊ നമുക്ക് ഭക്ഷണം കഴിച്ചായിട്ട് പോവാഞ്ഞു നേരെ പോവല്ലേ? അപ്പൊ ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ അടുത്ത യാത്രക്ക് പുറപ്പെടാനുള്ളതിൽ ഇങ്ങനെ റെഡി ആയി നിക്കാണ്. അപ്പൊ ഇതിപ്പോ സൊസൈറ്റി ആയിട്ടോ, റബ്ബർ പാലിന്റെ സൊസൈറ്റി ആണത്. അപ്പൊ ആ കാണുന്ന തോട്ടത്തിലെല്ലാം പാല് ഫുള്ള് കളക്ട് ചെയ്ത് ഇവിടേക്കാണ് കൊണ്ടുവരിക. ട്രാക്ടറിലൊക്കെ ആയിട്ട് ഈ തോട്ടങ്ങളിൽ കൂടെ ഒക്കെ പോയി അതിന്റെ പാലെല്ലാം കളക്ട് ചെയ്ത് ഒരു ട്രാക്ടറിൽ മൊത്തം കൊണ്ടുവന്ന് ഇവിടെ വെക്കും. എന്നിട്ട് ഇവിടുന്ന് ഓരോരുത്തർക്ക് കിട്ടിയ പാല് അളന്ന് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ താഴെ വരെ തന്നെ ഇതുണ്ട്, ഫാക്ടറി ഉണ്ട്. കർണാടക ഇതിന്റെ എന്താ പിന്നെ പറയുന്നത്, സെനക്സ് ആക്കുന്ന ഫാക്ടറി ഉണ്ട്. അപ്പൊ അവിടെ കൊണ്ടുപോയിട്ടാണ്. ഇവിടെ രാവിലെ ഇന്നിപ്പോ സൺഡേ ഫുള്ള് ലീവാണ് ഇവിടെയൊക്കെ. ഫുള്ള് കഴുകി വൃത്തിയാക്കിയിട്ട് അല്ലേ? ഗവൺമെന്റ് ജോലി പോലെയാണ്. സൺഡേ ലീവ്. പിന്നെ അല്ലാത്ത ദിവസം ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും ഇവിടെ വർക്ക്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ഓരോരുത്തരുടെ കന്നാസാണ്. ഓരോരുത്തർ ഓരോ ബ്ലോക്ക് വെച്ചിട്ട് കൊടുക്കും. ആ ബ്ലോക്ക് വെച്ചിട്ട് കൊടുക്കുന്ന അതിന്റെ പാല് കൊണ്ടുവന്നിട്ട് ഇവിടെ ഓരോന്ന് ഒഴിച്ച് വിടും. പിന്നെ ഇവിടുന്ന് തന്നെയാണ് പാലിന്റെ DRC ഒക്കെ എടുക്കുന്നത്. ഇവിടെ മുമ്പൊരിക്കൽ നമ്മള് വന്നിട്ടുണ്ടായിരുന്നു, കുറെ മുന്നിട്ട് നമ്മളെ ചാനൽ തുടങ്ങിയ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കണ്ടില്ലേ, അങ്ങനെയുള്ള ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ. പാലൊക്കെ ഉണ്ടല്ലേ? മരുന്ന് കേൾക്കണ ഇതൊന്നും ഇല്ലാന്നോണ്ടല്ലോ അവിടെ. പാലൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം പാലൊക്കെ ഉള്ള ഏരിയയാണ്. പിന്നെ മഴക്കാലത്തൊക്കെ വെട്ടുന്ന തോട്ടങ്ങളാണ്. നമുക്ക് പോയി നോക്കാം അല്ലെ? നമുക്ക് പോവാന്നാല്. നമുക്ക് സുള്ളിയ ടൗണിലേക്ക് ഇനിയിപ്പോ ഒരു 2 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ സുള്ളിയ ടൗൺ എത്തും. സുള്ളിയൊക്കെ എങ്ങനെയുണ്ട്? സുള്ളിയിലോട്ട് എത്തിയിട്ടില്ല. സുള്ളിയൊക്കെ എങ്ങനെയുണ്ട്? നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്നുള്ളത് ഒക്കെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയാല് നമ്മൾ അതും കൂടിയൊക്കെ നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്യാം അല്ലെ? തോട്ടങ്ങളൊക്കെ കണ്ടില്ല നിങ്ങള്? നല്ല അടിപൊളി കിട്ടിലും മരങ്ങളാണ് ഇവിടെ ഉള്ളത്. പണ്ട് നാട്ടിൽ നിന്ന് ഇങ്ങനെ പോന്നപ്പോ എന്നോട് പറഞ്ഞു അവിടുത്തെ മരങ്ങളൊന്നും പറ്റൂല, പാലൊന്നും ഇല്ല, ചെളുക്ക മരങ്ങളാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കാര്. പിന്നെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴല്ലേ പാലൊക്കെ നല്ല പാലുണ്ട്. പിന്നെ കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലുണ്ട്. കാരണം എല്ലാവരും പാട്ടെടുക്കുന്ന ആൾക്കാരായിരിക്കും. ഓരോ ഏരിയ ഓരോരുത്തരുടെ കയ്യിലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏകദേശം ഒരു 2 കിലോമീറ്റർ പോയി കഴിഞ്ഞാല് നമ്മള് സുള്ളിയ ടൗണിക്കാണ് എത്തിട്ടോ. അതിപ്പോ പോണ വഴി നമുക്ക് ഇവിടെ ഒരു വലിയൊരു ഫാക്ടറി ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഫാക്ടറി ഈ ഒരു ഇതിന്റെ മാത്രമേ പാല ഒരു സെനക്സ് ആക്കലുള്ളൂ. ഇവിടെയാണ് ആ ഫാക്ടറി ഉള്ളത്, സെനക്സ് ആക്കുന്നത്. ഇങ്ങോട്ടാണ് പാല് മൊത്തം കൊണ്ടുവരുന്നത് അവിടെ. അപ്പൊ നമ്മള് സുള്ളിയ ടൗണിക്ക് എത്താണ് കേട്ടോ. ഏകദേശം ഇങ്ങനെ എത്തി തുടങ്ങിയപ്പോ ഇങ്ങനെ നമ്മള് സുള്ളിയ ടൗണിക്കാണ് ഇപ്പൊ പ്രവേശിക്കാൻ പോണത്. നമ്മള് സുള്ളിയ ടൗണിക്ക് എത്തി. നോക്കിയാ നിങ്ങള് എത്രങ്ങാനും പീടിയാന്നറിയോ? പച്ചക്കറി ഒക്കെ ഉണ്ട്. ഇങ്ങനെ ഇഷ്ടം പോലെ പച്ചക്കറി ഇങ്ങനെ നിരത്തി വെച്ചതൊക്കെ നോക്കിയത്
ഇത് റോഡ് എങ്ങോട്ടാണ് പോണേ? മടിക്കേരിയിലേക്ക് പോകും. മടിക്കേരി മൈസൂര് ബാംഗ്ലൂര് ഇവിടെയൊക്കെയാണ് ഞാൻ പീടികയിലൊക്കെ പച്ചക്കറി ഇങ്ങനെ തൂക്കിട്ട് എന്താ സ്റ്റൈൽ അറിയോ. തോട്ടൊക്കെ പാട്ടത്തിന് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, അതല്ല ഇവിടെ വീട് സ്ഥലമൊക്കെ എടുത്ത് വരികയാണെന്നുണ്ടെങ്കിലും ഇഷ്ടംപോലെ കടകൾ, നമുക്ക് എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു അങ്ങാടിയിൽ കിട്ടുട്ടോ. ഇതാക്കുന്ന അങ്ങാടി തന്നെ പള്ളി, വലിയ പള്ളി, എന്താ പറയാ, തക്കട തരികട അങ്ങാടി ഒന്നുമില്ല, എല്ലാ സാധനങ്ങളും കിട്ടുന്ന നല്ല അടിപൊളി അങ്ങാടി, ഇഷ്ടംപോലെ കടകള്, എന്ത് വേണമെന്നുണ്ടെങ്കിലും കിട്ടും ഇവിടെ. പച്ചക്കറിക്ക് ഇവിടെ കൃഷി ചെയ്യുന്ന തന്നെയാന്ന് തോന്നുന്നു അല്ലെ. പിന്നെ മെഡിക്കൽ സ്റ്റോറുകളുണ്ട്, ഹോസ്പിറ്റലുകളുണ്ട്, ഇന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളുണ്ട്. ഇനി അമ്പലത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അമ്പലം, പള്ളി, ചർച്ച് എന്ന് വേണ്ട സകല സംഭവങ്ങളും നമുക്ക് ഈ സുള്ളിയ ടൗണിലുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. മംഗലാപുരത്തിനുണ്ട്, നമ്മളെ പുത്തൂരിനുണ്ട്. പിന്നെ ഇതില് പോയിട്ടാണ് നമ്മളാ പുകപ്പര ഒരു പുകപ്പര ഉണ്ടാക്കണ്ടല്ലേ, റെഡിമെയ്ഡ് പുകപ്പര. അതാണ് പോലീസ് സ്റ്റേഷൻ അല്ലേ, സുള്ളിയ പോലീസ് സ്റ്റേഷൻ ഇതാണ്. ഇനി നമുക്ക് ഇഷ്ടംപോലെ ബാറുകൾ ഉണ്ട്. നമ്മള് ടാപ്പിങ്ങിനൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ആശ്രയം അത്താണിയാണ്. എന്താ പറയാ, പെട്രോൾ പമ്പ് പോലെ മറ്റേ നമ്മളെ ബാർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളെ സുള്ളിയ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. സുള്ളിയെന്ന് പുത്തൂരിനുണ്ട്, ബാംഗ്ലൂരിന്, മൈസൂരിന് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. രാത്രി നൈറ്റിലൊക്കെ ബസ്സുകൾ കിട്ടും. ഇഷ്ടം പോലെ ബാറുകളും സംഭവങ്ങളും ഒക്കെ ഉണ്ടായില്ലേ കേട്ടോ. നമ്മളെ നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വരുന്നത് എന്താ വെച്ചാല്, എന്താ ടാപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറെ ആൾക്കാർ നമ്മൾ ടാപ്പിംഗുകാർക്ക് പിന്നെ അതില്ലാതെ ഒരുവിധ ആൾക്കാർക്ക് പറ്റൂല. പിന്നെ ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ്. അങ്ങനെ എല്ലാ വേണ്ട സംഭവങ്ങളുണ്ട്. ബാങ്ക്, എല്ലാ സാധനവും ഉണ്ട്. ഗവൺമെന്റ് ഓഫീസുകള്, മറ്റു എല്ലാ ഹോസ്പിറ്റലുകള്. ചുരുക്കി പറഞ്ഞാൽ ഒരു പാട്ടത്തിനെടുത്തോ അതല്ല വീടൊക്കെ മേടിച്ച് ഇവിടെ വരാനോ സ്ഥലങ്ങളൊക്കെ മേടിച്ച് വരുന്നവർക്കൊക്കെ ഈ ഒരു അങ്ങാടി, ഇതാണ് ഇപ്പൊ അങ്ങാടി. ഇത്രയും സംഭവങ്ങളും സെറ്റപ്പും ഈ ഒരു അങ്ങാടിയിലുണ്ട്. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജ് ഉണ്ട്, ഡെന്റൽ മെഡിക്കൽ കോളേജ് ഉണ്ട്. അതൊക്കെ നമുക്ക് കാണാല്ലേ. നമ്മൾ ഇതെടുക്കാൻ പോണതിന് മുന്നേ നമുക്ക് ആദ്യം കാണണ്ടേ നമുക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കിട്ട് വരാം അല്ലെ. അത് വേണ്ട ആദ്യം മെയിൻ ആയിട്ട് കാണാന്. ഇപ്പൊ ടൗണൊക്കെ എങ്ങനെയാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ടൗണില് ആരെങ്കിലൊക്കെ താമസിക്കുന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് നമ്മളെ വീഡിയോയുടെ അടിയിൽ വന്നൊരു കമന്റ് അടിക്കുക അല്ലെ. എവിടെയാ, ഏത് ഏരിയയിലാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുള്ളത്. സുള്ളിയിലൊക്കെ ഒരുപാട് മലയാളികളാണെങ്കിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലൊക്കെ ഒന്ന് ടാപ്പിങ്ങിനോ ഒക്കെ വരുന്ന ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട്. പൊങ്കൻ ഗ്യാസ് കിട്ടും അവിടെ. സർക്കാർ കോളേജാണ്. ഈ പിള്ളേരെ പഠിക്കാൻ വിടാനൊക്കെ കോളേജുകളുണ്ട്, സ്കൂളുകളുണ്ട്. ഇനിയിപ്പോ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാർ മംഗലാപുരത്തിനൊക്കെ വരുന്നുണ്ട്. നമുക്ക് പറഞ്ഞ മംഗലാപുരം ഹോസ്പിറ്റലുകളൊക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട് മംഗലാപുരത്തൊക്കെ എത്തിക്കഴിഞ്ഞാല് അല്ലെ. നമ്മളെ നാട്ടിൽ നിന്നൊക്കെ എന്താ പറയാ കുറെ ആൾക്കാർ കോഴിക്കോട്, കണ്ണൂര്, ഇങ്ങനെ പരിയാരം ഹോസ്പിറ്റലിലൊക്കെ വരുന്നില്ല. അപ്പൊ അവിടുന്നൊക്കെ എന്താ പറയാ ഒരുപാട് ആൾക്കാർ മംഗലാപുരത്തേക്കാണ് അധികം നല്ല ഹോസ്പിറ്റല് നോക്കിയിട്ടൊക്കെ പോണത്. അപ്പൊ അങ്ങനത്തെ ഒക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, കോളേജുകളാണെങ്കിലും ഒക്കെ. ഇപ്പൊ നമ്മളിവിടെ വരുന്ന ടൈമിൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റൂമുകളും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിലൊക്കെ ഇഷ്ടം പോലെ ഇതൊക്കെ റൂംസ് തന്നെയാണ് അല്ലെ. ക്വാർട്ടേഴ്സും റൂമുകളും ഇവിടെ ഉണ്ട് അല്ലേ. ഇഷ്ടം പോലെ റൂമുകളുണ്ട്. ഇതിപ്പോ നമ്മളെ സുള്ളിയിലുള്ള KVG മെഡിക്കൽ ഹോസ്പിറ്റലാണ് ഇട്ടത്. ഹോസ്പിറ്റൽ ആൻഡ് കോളേജ് എല്ലാം ഉണ്ട്. വലിയ കോളേജാണ്, അത്യാവശ്യം വലിയ കോളേജാണ്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ കുറെ കുട്ടികളൊക്കെ പഠിക്കാൻ വരുന്നുണ്ട് ഇവിടെ. ആയുർവേദ കോളേജാണ് ഈ കാണുന്നത്. അത് അവരുടെ തന്നെ KVG ആയുർവേദ മെഡിക്കൽ കോളേജ് അല്ലേ. വലിയ കോളേജാണ്. ബസ്സുണ്ട്, ബസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ. ഇനിയിപ്പോ നമുക്ക് ഇതിലൊന്ന് പോയി നോക്കാം അല്ലേ. ചർച്ചാണ്
അപ്പൊ നമ്മള് ജ്യോതി ഹോസ്പിറ്റലാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ ടൗണിൽ തന്നെ ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. നമുക്ക് അടുത്ത ചർച്ചിലോട്ട് പോയി നോക്കാം. ഇപ്പൊ ടൗണിൽ തന്നെ അമ്പലവും പള്ളിയും ചർച്ചും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് സ്ഥലമൊക്കെ കാണാൻ വരുന്നതും എടുക്കുന്നൊക്കെ ഒരുവിധം ക്രിസ്ത്യൻസ് ആണ്. ഇങ്ങനെ അതേപോലെ പുറത്തുനിന്ന് ഇങ്ങനെ വരുന്നത് കോട്ടയം കാഞ്ഞിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ ഈ കർണാടകയിലോട്ടൊക്കെ വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടുള്ള എന്താ പറയാ ആരാധനാലയം എന്ന് പറഞ്ഞാൽ നമുക്ക് സുള്ളിയിൽ തന്നെ ഉണ്ട്. ഇനിയിപ്പോ ഇവിടുന്ന് സുള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളില് നമുക്ക് ക്രിസ്ത്യൻ പള്ളി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് കൊണ്ടേ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഈ കാണുന്നതാണ് പള്ളിയോടനുബന്ധിച്ച് സ്കൂളുണ്ട്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആണല്ലേ ഇതാണ് നമ്മളെ ടൗണിലുള്ള പള്ളിയും പിന്നെ സ്കൂളും എന്ന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ. ഇപ്പൊ പുറത്തുനിന്ന് ഒരാൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എല്ലാ ആരാധനയ്ക്കും എല്ലാ സൗകര്യത്തിനുള്ള ചർച്ച് ഉണ്ട്, സ്കൂളുണ്ട്. നല്ല ഐരാവത് ബസ്സുകൾ പോകുന്നുണ്ട് കേട്ടോ. നല്ല ബാംഗ്ലൂരിന് പോണ ബസ്സുകളാണ്. ഇതാ ടൗണിൽ തന്നെ ബാങ്കാണ്, ഫെഡറൽ ബാങ്കാണ് കാണുന്നത്. ഇതാ വലിയൊരു പള്ളി ഇതാ അവിടെ പണി വർക്ക് നടന്നുകൊണ്ട് കേട്ടോ. പള്ളി ഇല്ലാന്ന് പറഞ്ഞ് കാണണ്ട, പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണം ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടലുകൾ ഉണ്ട് ഈ ഒരു ഏരിയയില്. വെജിറ്റേറിയൻ ഇവിടുന്നല്ലേ നമ്മൾ ഇന്നാള് കഴിച്ച് വെജിറ്റേറിയൻ എല്ലാ തരം ഹോട്ടലുകളും ഉണ്ട് ഇവിടെ. അൽഫാം, മന്തി, കുഴിമന്തി എന്ത് വേണേലും കിട്ടും. വണ്ടീന്റെ ഷോറൂമാണ് ഈ കാണുന്നത് കേട്ടോ. മാരുതിന്റെ കണ്ടോ, ഹ്യൂണ്ടായിന്റെ ഷോറൂമാണ് ഈ കാണുന്നത്. നിങ്ങൾ തോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് പൈസയൊക്കെ ആയി ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആയി കഴിഞ്ഞാല് വണ്ടിയൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ വണ്ടികളൊക്കെ എടുക്കാനൊക്കെ സൗകര്യത്തിന് എല്ലാ വണ്ടികളെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേണമെന്നുണ്ടെ എണ്ണ അടിക്കണതാക്കണ ഇവിടെ പമ്പ് ഉണ്ട്. അല്ല, ഇന്ത്യൻ ഓയിലിന്റെ പമ്പാണ് കാണുന്നത്. പിന്നെ എന്റെ ടാറ്റ മോട്ടോഴ്സിന്റെ ഷോറൂം ഇവിടെ ഉണ്ട്, യമഹ ഉണ്ട്. അത്യാവശ്യം എല്ലാ വണ്ടികളെ ഷോറൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതാക്കണ ഇനിയിപ്പോ റബ്ബർ തോട്ടൊക്കെ എടുത്ത് നിങ്ങൾ വലിയ മുതലാളിയൊക്കെ ആകുക, അല്ലെങ്കിൽ ചെറിയൊരു വീടൊക്കെ വെക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാ ജനല്, വാതില്, കട്ടിലൊക്കെ സിമെന്റിന്റെ സംഭവങ്ങളും എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടാനുണ്ട്. എപ്പോ വന്നാലും റെഡിയാണ്. റെഡിമെയ്ഡ് സാധനം. ഇതാണ് നമ്മളെ സുള്ളി കഴിഞ്ഞുള്ള പൈച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് പുത്തൂരിന് പോകാൻ ഒരു 34 കിലോമീറ്റർ, സുബ്രഹ്മണ്യയിലോട്ട് പോകാൻ 34 കിലോമീറ്ററും മംഗലാപുരത്തിന് 84 കിലോമീറ്ററും ആണ് ഉള്ളത്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ തിരിച്ച് സുള്ളി ടൗണിലോട്ട് തന്നെ എത്താം അല്ലെ. ഇതാ HP-ന്റെ പമ്പ്, എല്ലാ പമ്പുകളും ഉണ്ട്, ബസ്സുകളുണ്ട് ഇഷ്ടം പോലെ ഇങ്ങനെ വരിക്ക് നിക്കണുണ്ടോ. കേരള വണ്ടിയിലാണ്ട് നിറച്ചാള്. ടൗണിൽ തന്നെ ഒരു വലിയൊരു അമ്പലം വരുന്നുണ്ട് കേട്ടോ. ശ്രീരാമന്റെ അമ്പലം, ശ്രീരാമ മന്ദിർ. ശ്രീരാമന്റെ അമ്പലം അങ്ങനെ വലിയ ടൗൺ അല്ലേ സുള്ളിയ ടൗണൊക്കെ. ഇന്നിപ്പോ കടകളൊക്കെ അടവായോണ്ട് ഫുള്ളൊന്നും കാഴ്ചകളൊന്നും ഇങ്ങനെ ഒന്നും എന്താ പറയാ, കടകളൊക്കെ അടവായോണ്ടേ കച്ചവട സംഭവങ്ങളൊന്നും ഒക്കെ ഇവിടെ കൂടുതലായിട്ടുള്ള ഗവൺമെന്റ് ബസ്സുകളാണ്. പിന്നെ ഈ കാണുന്നത് ഇതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ലോക്കൽ ഓടുന്നത്. ബസ്സുകളൊക്കെ എല്ലായിടത്തോട്ടും ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് കേട്ടോ. ഇനി ഇടത്ത് ഭാഗത്ത് കാണുന്നതാണ് കേട്ടോ സുള്ളിയ ബസ് സ്റ്റാൻഡ്. പുത്തൂരിനാണേലും മൈസൂര്, ബാംഗ്ലൂര് എന്ന് വേണ്ട എവിടെയോട്ട് വേണേലും ബസ് കിട്ടും. ടൂറ് പോണ ടീമുകളാണ്. നമുക്ക് ടൗണിലുള്ള പ്രശസ്തമായ ഒരു അമ്പലം ഉണ്ട്, അതുകൂടി ഒന്ന് കാണാം അല്ലെ. കർണാടകയിലെ അമ്പലം, അതും സുള്ളിയ ടൗണിലുള്ള ഒരു അമ്പലം. ചെന്നകേശ്വര ടെമ്പിൾ. ഇത് സുള്ളി ടൗണിലുള്ള വലിയൊരു അമ്പലമാണിട്ടത്, ചെന്നകേശ്വര ടെമ്പിൾ ആണിത്. കാണുന്നതാണ്ട സുള്ളിയ ടൗൺ, ഭയങ്കര വലിയ ടൗൺ ആണ്. ഇതാ ഇതിൽ തന്നെ പള്ളിയാണ് ഈ കാണുന്നത്. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അത്യാവശ്യം എല്ലാ വേണ്ട സ്കൂള്, ഹോസ്പിറ്റല്, കോളേജ്, അമ്പലം, പള്ളി, ചർച്ച്, ബാങ്ക്
ഗവൺമെന്റ് ഓഫീസുകള്, പെട്രോൾ പമ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എവിടുന്ന് ആര് വന്നാലും കുടുങ്ങൂല, എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇതിനകത്ത് ഇവിടെ. പിന്നെ എല്ലായിടത്തോട്ടും ബസ് സൗകര്യം ഉണ്ട്. ഇപ്പൊ മാർക്കറ്റ് ആണെങ്കിലും അത്യാവശ്യം പച്ചക്കറി അല്ലെങ്കിൽ അല്ലാത്ത എല്ലാ സംഭവങ്ങളും, എല്ലാ സാധനങ്ങളും. ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് മൊത്തം അടവായതുകൊണ്ട് ഇപ്പൊ നമുക്ക് ഷീറ്റ് കട നിന്ന് കാണിച്ചു തരാൻ കഴിഞ്ഞില്ല. ഷീറ്റ് കടകളുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഷീറ്റ് കടകളുടെ കുറെ വീഡിയോകൾ നമ്മള് ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നേരെ പോണ മടിക്കേരി റൂട്ടാട്ടോ. അപ്പൊ നമ്മളിപ്പോ വന്ന് ഏകദേശം സുള്ളിന്ന് ഇപ്പോ ഏകദേശം ഒരു 5 കിലോമീറ്റർ മാറിയിട്ട് അറാന്തോട് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ സുള്ളിന്റെ ഏകദേശം ഒരു ടൗണും കാര്യങ്ങളും സൗകര്യങ്ങളും അത്യാവശ്യ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇപ്പൊ നമ്മള് ടൗണിൽ നിന്ന് കുറെ അങ്ങോട്ട് മാറിപ്പോ പറഞ്ഞ റബ്ബറുകളൊക്കെ ഏകദേശം ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ നമ്മൾ ഇത്രയും നേരം എന്താ പറയാ റബ്ബർ തോട്ടത്തിന്റെ സുള്ളിയ ടൗണും കാര്യങ്ങളും ഡീറ്റെയിൽ ഒക്കെ അല്ല നമ്മൾ കണ്ടത്. ഇനിയിപ്പോ നമുക്ക് റബ്ബർ തോട്ടങ്ങൾ കണ്ടു തുടങ്ങണം അല്ലെ? അതെ, ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും ഒരു ഉള്ളേരിയ കൂടെ പോയി നോക്കിയിട്ട് നമുക്ക് റബ്ബർ ഉണ്ടോ എന്തായാലും നമുക്കൊന്ന് പോയിട്ട് നോക്കണം. ഇപ്പൊ ടൗണും കാര്യങ്ങളും അവിടുത്തെ സൗകര്യങ്ങളും നിങ്ങൾ വരുമ്പോൾ എന്തൊക്കെയാ സംഭവങ്ങൾ വേണ്ട, ഹോസ്പിറ്റല് സംഭവങ്ങളൊക്കെ വേണ്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള സൗകര്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത ഒരു ഇത് മുതൽ ആകണം, അതിലൊക്കെ റബ്ബർ തോട്ടങ്ങളാണ് കാണുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കാം നമുക്ക് അടുത്തൊരു ഇതില്. അതെ, അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും പേജ് ഒന്ന് മറക്കാതെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ കർണാടകയിൽ എവിടെയെങ്കിലും സ്ഥലങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിലൊന്ന് വിളിക്കുക. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.